അപ്പോൾ നമ്മുടെ വിശ്വാസിൻ്റെ അലയൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാർക്കത്തിന് അപ്പം മിക്കുവിനെ വിളിച്ചെടുത്തായിട്ട് നമുക്ക് മിക്കുവിനെ എടുപ്പിക്കത. അപ്പോൾ അതേണ്ട നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടുകളിലൊക്കെ നന്നായിട്ട് പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയിട്ട് കമ്പിത്തിരിയും മത്താപ്പും പൂക്കുറ്റിയൊക്കെ. മിക്കൂസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പാമ്പേഴ്സ് മാത്രം ഇട്ടിട്ടാണ് കിടക്കുകയുള്ളൂ. ഭയങ്കര ചൂടായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എണീറ്റിട്ട് ഫേസൊക്കെ വാഷ് ചെയ്യണം. അപ്പം ഞാൻ മിക്കൂസിനെ ആരെയും നോക്കണ്ട, നേര് കണി കണ്ടോട്ടേന്ന് കൊണ്ട് മിക്കൂസിനെ എടുത്ത് കണി കാണിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. കുളിച്ചവിടെ മുടിയൊന്നും തോർത്തിയിട്ടില്ല, മുടി തോർത്തണം. അപ്പം മിക്കൂസിനെ കണി കാണിക്കാൻ നിർത്തി. മിക്കൂസ് കണ്ണൊക്കെ പതിയെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. പക്ഷേ അലമ്പുണ്ടാക്കിയത് കൈനീട്ടം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ മിക്കൂസും കണിയെ കാണാൻ വേണ്ടി കണ്ണൊക്കെ അടച്ചു പിടിച്ച് നിന്നിട്ടാണ് കണി കാണണത്. അതായത് ഉറക്കം ശരിയല്ലാണ്ടിരിക്കുമ്പോഴൊരു പ്രശ്നമില്ല. അതാണ് മിക്കുവിൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ അവിടെ ഫുൾ നമുക്ക് അലമ്പായിരിക്കും കേട്ടോ. പറഞ്ഞാലും കേൾക്കില്ല, വാശിയും കാണിക്കും, അങ്ങനെ ഒരു ഇതായിരിക്കും കേട്ടോ. ഇനി കൈനീട്ടമൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയമാണ്. പക്ഷെ മിക്കൂസ് പറഞ്ഞ കൈനീട്ടം വാങ്ങിക്കില്ല. അവൻ കൈനീട്ടം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ മിക്കുവിന് മുഖമൊക്കെ കഴുകി കൊടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണ്ട, നന്നായി പല്ലൊക്കെ അമർത്തി തേച്ച് കഴുകി കൊടുക്കും. വേണ്ട കാര്യമില്ല. കൈനീട്ടം വാങ്ങിക്കാൻ കരഞ്ഞേട്ടാ വാങ്ങിക്കുന്നത്. സ്വത്ത് കൈനീട്ടം വാങ്ങിക്കേ. വെറ്റിലി സ്വത്തിന്റെ പടക്കമൊക്കെ എടുക്ക്. അതാ ആദ്യം ഗുണ്ട പൊട്ടിക്കണ പോ നോക്കടാ. അപ്പം രാവിലെ തന്നെ ഈ ഊഞ്ഞാലും കൊണ്ട് അയച്ചു വെക്കട്ടെ. നമുക്ക് ഊഞ്ഞാൽ അയച്ചു വെക്കാം. ഊഞ്ഞാലിരിക്കുവോ? ഊഞ്ഞാലിരിക്കുവോ? കത്തിക്കടാ. ഞാനും കത്തിക്കാൻ പോണോണ്ട്. ഗുണ്ട് കണ്ട, ഇതാണ് ഗുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ കത്തിക്കണം. കൂട്ടസംഘം അത് നോക്കാം. അവർ മഴയൊക്കെ കത്തിക്കേ. ഓ ഡേ കൈ നീട്ടൊന്നും നമ്മുടെ പടക്കം ഇപ്പില്ലേ അലമ്പുണ്ടാക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കും. കൂസിനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് ആകെ മൂഡ് ഓഫാണ് കേട്ടോ. മൂഡ് ഓഫ് പറഞ്ഞ ആൾ കൈനീട്ടമൊന്നും 1000 രൂപയും വാങ്ങിച്ചില്ല. കൈനീട്ടം വേണ്ടാന്ന് പറഞ്ഞ് 2 കൈയും ബാക്കിൽ കെട്ടി നിന്ന് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൂക്കുറ്റിയൊക്കെ ഇങ്ങനെ കത്തിച്ച് തുടങ്ങി. നമ്മൾ കൊല്ലംകോടുള്ള ഒരു കടയിൽ നിന്നാണ്, ഹോൾസെയിൽ കടയിൽ നിന്നാണ് എടുത്തത്. അടിപൊളി വിലക്കുറവിൽ കിട്ടി. അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ചിലത് കഴിഞ്ഞ കൊല്ലമൊക്കെ എടുത്തതൊക്കെ പകുതി പൊട്ടും പകുതി പൊട്ടില്ല അങ്ങനെയൊക്കെ. ഇതിൽ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം അനിയനും ഞാനും അപ്പും മിക്കും അമ്മയും എല്ലാവരും കൂടെ കമ്പിത്തിരി മത്താപ്പും പറയണ പോലെ എല്ലാം കത്തിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. മിക്കൂസ് കുറേ നേരം കഴിഞ്ഞ് അതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ മിക്കൂസ് ഓക്കെ ആയി വന്നു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ മിക്കൂന് ഒന്നിനും പേടിയില്ല. നമ്മൾ അവനെ പിടിച്ച് മാറ്റണം. അവൻ കമ്പിത്തിരി ഇതൊക്കെ കത്തിക്ക് ഇങ്ങനെ അടിയുണ്ടാക്കണ്ട. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും, ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് കസിൻസൊക്കെ പിള്ളേരൊക്കെ വരും. അപ്പോൾ അവർക്കും വന്നാൽ പൊട്ടിക്കാനുള്ള കുറച്ച് പടക്കമൊക്കെ നമ്മൾ മാറ്റിയും വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷുച്ചക്രം, കമ്പിത്തിരി, അതുപോലെ തന്നെ പൂക്കുറ്റിയൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു സംഭവം, ഇത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ പോണ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ മിക്കൂസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ പെട്ടിയും എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കണം എന്തൊക്കെയുണ്ട് എന്നൊക്കെ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പാമ്പ് ഗുളിക ഇതാ അനിയൻ കൊളുത്തുന്നുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി സാധനം. എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതെങ്ങനെ പൊട്ടണമെന്ന് പോലും അറിയില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് എല്ലാതും നമ്മൾ ഇടുമ്പോൾ പൊട്ടുന്നത് കേട്ടോ. ഇതിങ്ങനെ തന്നെയാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതാ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഈ കൊല്ലം വിഷു ഇല്ല. അപ്പോൾ മിക്കുവിൻ്റെ പടക്കമൊക്കെ അവരെ തന്നെയാണ് കേട്ടോ പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിള്ളേരൊക്കെ വന്നപ്പോൾ. എല്ലാവരും കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കൈനീട്ടം കൊടുക്കുക, എന്താ പുറത്ത് ഫ്രണ്ടിലും
അതേ കുട്ടികളും എല്ലാവരും കൊണ്ട് തന്നെ നല്ല വൈകിട്ട് കാരണം അവൻ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് അവൻ്റെ മൂഡ് ഓഫ് ഫയറായിട്ട് പോകുന്നുണ്ട്. ഒരു ബോക്സിൽ 10 എണ്ണം ഉണ്ടാവും, 250 രൂപയുടെ വില വരുന്നുണ്ട്. തന്നിട്ട് പോകുന്നുണ്ട്. ചില പുറത്തൊക്കെ ആയിട്ട് അച്ഛൻ നമുക്ക് എല്ലാവർക്കും കൈ നീട്ടമൊക്കെ തന്നു. അപ്പോൾ അതാ മെക്കൂസ് അവരിങ്ങനെ പാമ്പ് ഗുളിക കത്തിക്കുന്നതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവർ നന്നായി സെക്യൂറായി പിടിക്കുന്നുണ്ടാവും. അവനടുത്ത് പോകാണ്ടിരിക്കാനും മേത്താവാണ്ടിരിക്കാനൊക്കെ പിള്ളേർ നല്ലോണം ശ്രദ്ധയോടുകൂടെ പിടിക്കും. എന്നാലും നമ്മൾ ബാക്കിൽ പോകും കേട്ടോ. അവന് ഈ പാമ്പ് ഗുളിക ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പാപ്പു കൊന്നു പറഞ്ഞാൽ നല്ല ത്രില്ലിങ്ങാണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ കൊല്ലം എന്ന് പറയുമ്പോൾ അവൻ ഇത്രയ്ക്ക് അറിയാനും ഓടാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്തൊന്നും അവൻ ഇത്രയ്ക്ക് ഇങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ. നമ്മൾ പൊട്ടിക്ക് അവർ കാണും, അങ്ങനെയാണല്ലോ. ഇപ്പോൾ പറഞ്ഞാൽ അവൻ ഓടിച്ചാടി അത് കാണാനും അവൻ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്ത് കിട്ടുന്നൊരു സന്തോഷം, അതൊക്കെ നമുക്ക് വിഷു ദിനത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മളുടെ അവിടെ വിഷുവേല ഉണ്ട്, കുതിരവേല പറയും. അപ്പോൾ ആരിൻ്റെ അവിടെയൊക്കെ കുതിരവേല ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ വിഷു ദിവസം. അപ്പോൾ നമ്മളുടെ അവിടെ 40 കൊല്ലം മുമ്പ് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ 2-3 കൊല്ലമായിട്ടാണ് കേട്ടോ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വീണ്ടും തുടങ്ങി. പാമ്പ് ഗുളിക നല്ല രസമാണ് കേട്ടോ കാണാൻ. പക്ഷേ അതിൻ്റെ പുക ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ മിക്കുവിന് മാറ്റിയാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത്. കാരണം ഒരുമാതിരി പുകയാണത്, ഭയങ്കര വിഷാംശമുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മരുന്നല്ലേ ഇതൊക്കെ. അപ്പോൾ മക്കൾ കൂടുതൽ ശ്വസിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പാമ്പ് ഗുളിക ആകെ 2 ബോക്സ്, ചെറിയ 2 ബോക്സ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം അവനിത് എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ അവനോട് പറയും പാമ്പ് ഗുളികയുണ്ട് മിക്കു, നമുക്ക് വിഷു ദിവസം കത്തിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ അന്ന് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് അതൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. അത് കണ്ടതിന് ശേഷം അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ നമ്മൾ പടക്കം കത്തിച്ച് കഴിഞ്ഞ് നമ്മുടെ തൊഴുത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴുത്തിലെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് വിഷു കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിഷു ദിവസം നമ്മുടെ ജീവിതം പശുത്തൊഴുത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്ത് വിഷുവായാലും വേണ്ട. ഇവരൊക്കെ പേടിച്ചാ അമ്മൂൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഒന്ന് പേടിച്ച് വരണ്ട നിൽക്കണ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാ കുഞ്ഞിനെ അഴിച്ച് വെളിയിൽ കെട്ടിയിട്ടാ. ഞാൻ രാവിലെയൊക്കെ എനിക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ തൊഴുത്തിൽ പണിയുള്ളത് കൊണ്ട് കുളിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മേത്താക്കുന്നില്ല. ഇതാ നമ്മുടെ കുഞ്ഞാപ്പിനെ വെളിയിൽ അഴിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തൊഴുത്ത് ക്ലീൻ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പരിപാടി. മൂത്രം ഒഴിക്കുമ്പോഴേക്കും വേഗം വാരുക. അപ്പോൾ പിന്നെ വലിയ പണി ഉണ്ടാവില്ല. കൊതുതിരിയ കൊതുതിരി കൊളുത്തി വെച്ചിട്ട് അപ്പോൾ വരാൻ പോണത്. ആദ്യം വളം വാരിയിട്ട് കൊതുതിരി കൊളുത്തായിരുന്നില്ലേ. അപ്പോൾ ഇവളുടെ കാലിൻ്റെ അടിയിലിടുന്ന ആ വളം വേഗം ഒന്ന് വാരിക്കളയും, അല്ലെങ്കിൽ അവൾ അതിൽ ചവിട്ടിക്കൂട്ടി നോക്കും. അതാണ് ഇവളുടെ കാലിൻ്റെ ബാക്കിലേക്ക് മുറിയായിരിക്കുന്നത്. പാലിറക്കാൻ പോണ കേസ് എത്തുക. ഈ കൊതുകുതിരി മറ്റേ കൊതുകുതിരി വാങ്ങിക്കായിരുന്നു. മണിക്കൂറോളം കൊതുക് പോണ്ട കുഴപ്പമില്ല. അവളുടെ കാലിൻ്റെ അവിടെ ആദ്യം വരും. അപ്പോൾ ഗൈസ് വിഷുവായിട്ട് എന്താ പരിപാടി എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ നമ്മളിതാ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് കുറച്ച് പടക്കം ഇതൊക്കെ പൊട്ടിച്ചു. മിക്കു രാവിലെ കണ്ടില്ലേ കണി കൊടുത്തിട്ട് വാങ്ങിച്ച്. ഉറക്കം ശരിയാവാത്തതിൻ്റെ ഉള്ള പ്രശ്നമാണ് കേട്ടോ. പിന്നെ ഉറക്കം ശരിയായപ്പോൾ ആൾ ഫുൾ ഓണിലായിരുന്നു. പിന്നെ ഫുള്ളും കളിയായിരുന്നു. അപ്പോൾ അതാ തൊഴുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊഴുത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഒപ്പിന് പാല് ഇറക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റയും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. രാവിലെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളം വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് വളം വരാട്ടോ. അപ്പോൾ വളം വരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചേച്ചി വളം കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളം വരൽ കുറഞ്ഞൂല. ഇപ്പോൾ വെള്ളം നിന്നിട്ടില്ല തോന്നുന്നു, കഴുകണം. ഇവളെന്താ തല ചൊറിയേ? അപ്പോൾ ഇവൾക്ക് അതെ കാണിക്കുന്നുണ്ടാ കൊയ്യാക്ക മരം പുഴക്കുവോ? എന്താ
പൂ കളിക്കുകയാണ് കുഞ്ഞു 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 ചാടി കളിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയാറായിട്ട് അപ്പോൾ നമ്മുടെ തൊഴുത്തിലെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശിബിരം വന്നിട്ടുണ്ട് കേട്ടോ, മിക്കുനി എടുത്തിട്ട് നടക്കുന്നുണ്ട്. എന്താ പോയത്? ഇവളുടെ ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. ഇനി നമ്മൾ വെള്ളം നിന്നാൽ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡ്രം അതാ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഡ്രം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് അപ്പോൾ തൊഴുത്തിലാണ് കേട്ടോ. ഇല്ല വെള്ളം നിന്നിട്ടില്ല, പക്ഷേ ഡ്രമ്മ് നിറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് കണ്ട രാവിലെ നേരത്തെ എണിച്ച് മിക്കുവിനെ കണിയൊക്കെ കാണിപ്പിച്ച് ഇവിടെ വൃത്തിയാക്കി കേട്ടോ. തൊഴുത്തിൽ വന്ന് വൃത്തിയാക്കി ചെയ്ത് കുക്കിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് പാല് ഇറങ്ങാനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ പാല് ഇറക്കാൻ പോകണം. അപ്പോൾ പാല് ഇറക്കാൻ നമ്മൾ സ്ഥിരം വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിഷു ദിവസവും നമ്മുടെ പശു ജീവിതം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മിക്കുത അമ്മേൻ്റെ അടുത്ത് കൈ നീട്ടം മേടിക്കാൻ പോകണം കേട്ടോ. പോ അവൻ ആദ്യം കൊടുത്താണേ. ഇപ്പൊ തൊഴുത്ത് ക്ലീൻ ചെയ്ത് അപ്പൂ നീ പാല് ഇറന്ന് കഴിയും. അപ്പോഴേക്കും ഡ്രിമ്മെന്ന് അറിയുള്ളൂ. പാല് ഇറക്കുന്ന പാല് ഇറന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കഴുകി വിട്ടാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ആകെ ചളുപിളൂന്നല്ലേ. അപ്പോൾ പാല് ഇറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തൊഴുത്ത് കഴുകാം. അപ്പോൾ ഇതാ എന്താണ് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് വന്നിട്ട് അകിട് കഴുകുകയാണ് കേട്ടോ. അപ്പം വിഷുവായിട്ട് നമ്മൾ കുറേ ആയിട്ട് സ്ഥിരം വീഡിയോസ് ഇടുന്നില്ല. കാരണം ഡെയിലി ഒരേ കാര്യങ്ങളെല്ലാം ഇട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാണ്ടായത്. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ വരുന്നതാണ്. പശു വാങ്ങിക്കുക പറഞ്ഞാൽ നമുക്ക് ഒതുങ്ങിയൊരു വിലയിൽ കിട്ടുന്നില്ല. നമുക്ക് അമ്മുനെ വാങ്ങിച്ച പോലെ കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നമുക്ക് കുട്ടി പശുവിന് വേണ്ട, അമ്മ പശുവിനെ മാത്രം മതി. അതുകൊണ്ടാണ് നമുക്ക് അതും ഒത്തിണങ്ങി കിട്ടൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ചന്തയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു വാപ്പാനോട് പറഞ്ഞിട്ട്. പക്ഷേ വാപ്പ പറയുന്നത് പാലില്ലാത്ത പശുക്കളാണ്, അതെടുത്തിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് പാലില്ലാത്ത പശു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കറവ് പശു ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വരുമാന മാർഗ്ഗമുള്ളൂ. അതാ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇരുന്ന് അകിട്ട് കഴുകണം കേട്ടോ. അവൾ അകിട് എപ്പോഴും കഴുകുമ്പോഴും ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ തൊഴിക്കണ പോലെ കാണിക്കും. വാല് വെച്ചിട്ട് ചിലവർ കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ടതാ. അവിടെയൊക്കെ കൂട്ട പൊട്ടിക്കലാണ് കേട്ടോ. നമ്മളിനി കുറേ എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പടക്കം. ഇനിയും പിള്ളേർ കസിൻസൊക്കെ ഒന്ന് വരുന്നുണ്ട്. നമ്മുടെ അവിടെ വിഷുവേല ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ വിഷുവേല ഉണ്ട് കേട്ടോ. അത് അടി സെറ്റാണ്. അപ്പോൾ വൈകിട്ട് നമ്മുടെ ആ പ്രോഗ്രാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. കാരണം രാവിലെ എണിച്ച് നമ്മൾ തൊഴുത്തിലോട്ട് വന്ന് തൊഴുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് കുക്കിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് പരിപാടിയിലോട്ട് പോലെ പരിപാടിയാണ് കേട്ടോ. ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ വളം ഇടും. അപ്പോൾ കറക്റ്റായി ഇപ്പോൾ ക്യാച്ച് പിടിച്ചു അല്ലേ. ഇപ്പോൾ ശരി. അപ്പോൾ പാല് ഇറക്കി ഞാൻ പോട്ടെ. അപ്പോൾ പാല് ഇറക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഇനി പാല് ഇറന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.